യുദ്ധത്തിൻ്റെ ഭീതിയിൽ കഴിയുകയാണ് നമ്മുടെ ഗൾഫിലെ സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ തന്നെ. നമ്മളും അവരുടെ ഭീതിയിൽ തന്നെയാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആകാംക്ഷ നമുക്കുണ്ട്, ഉത്കണ്ഠ നമുക്കുണ്ട്. അവിടുത്തെ കുവൈറ്റിലെ അലൂമിനിയം പ്ലാന്റ് തകർത്തു കഴിഞ്ഞു. ഖത്തറിലെ LPG പ്ലാന്റ് തകർത്തു കഴിഞ്ഞു. അഡ്നോക്ക് എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ അവരുടെ ഗവൺമെൻറ് തന്നെ നടത്തുന്ന എണ്ണ വ്യവസായ ശൃംഖല തകർത്തു. അത് അടച്ചു പറ്റിയിരിക്കുകയാണ്. ലോക്ക്ഡൗൺ ആണ്. അതുപോലെ തന്നെ അബുദാബിയിൽ അതേപോലെയുള്ള എണ്ണ സംഭരണശാലയുടെ പ്രവർത്തനവും നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഗൾഫിലെ നമ്മുടെ സഹോദരങ്ങളും വളരെ ഭീതിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ കഴിയുകയാണെങ്കിലും നമുക്കെല്ലാം ആശ്വാസത്തിൻ്റെ ഈ കടും വേനലിൽ കുളിർമഴ വന്നപ്പോൾ എങ്ങനെ ഒരു കുളിര് നമ്മുടെ ഉള്ളിലുണ്ടായോ അതുപോലെ കുളിര് നൽകുന്ന ഒരു വാർത്തയും ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടാണ്. അതായത് അവിടുത്തെ സൗദി അറേബ്യയിലെ വിമാനത്താവളത്തിൽ വരെ ഇറാൻ്റെ മിസൈലുകൾ വന്നു പതിച്ചിട്ടും അവിടെ 12 അമേരിക്കക്കാർക്കാണ് ഗുരുതരമായ പരിക്ക് പറ്റിയത്. 5 ഇന്ത്യക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ 500ഓളം അമേരിക്കൻ പട്ടാളക്കാരുണ്ടായിരുന്നു. അവർ 500 പേരും പേടിച്ച് അവിടെ നിന്ന് പലായനം ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അങ്ങനെ വളരെ കലുഷമായിരിക്കുന്ന സംഘർഷഭരിതമായിരിക്കുന്ന ഒരന്തരീക്ഷത്തിൽ അവിടുത്തെ ഭരണാധികാരികളായിട്ടുള്ള UAE പ്രതിരോധ മന്ത്രി ഷെയ്ഖ് മക്തും ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് മക്തും, അതുപോലെ തന്നെ ഉപഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മക്തും ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും. കുറച്ച് നീണ്ട പേരുകളാണ്. അവരുടെ ആ നീണ്ട വസ്ത്രം പോലെയും നീണ്ട ശരീരഘടന പോലെയും തന്നെ വളരെ നീണ്ട പേരുകളുമാണ് അവർക്കുള്ളത്. അവരും വേറെ ചില ആൾക്കാരും കൂടി ചേർന്ന് ഭരണതലത്തിലുള്ള ഉന്നത അധികാരികൾ കൂടെ ചേർന്ന് വന്നിട്ട് ദുബായ് മാളിൽ ഒരു സന്ദർശനം നടത്തിയിരിക്കുന്നു. ദുബായ് മാളിലേക്ക് അവരെല്ലാം കൂടെ വളരെ തൂവുള്ള വസ്ത്രങ്ങളും തലയിൽ ഒരു തലപ്പാവുമാണ് അവർ ധരിക്കാറുള്ളത്. അവരുടെ ഔദ്യോഗിക വേഷമാണത്. അതിനിടയിൽ നമ്മുടെ മുണ്ട് പോലൊരു വസ്ത്രം, അതാണ് അവരുടെ അടിവസ്ത്രം എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ശരി തന്നെ അവർ വന്നു. പിന്നെ താടിയും ഉണ്ടായിരിക്കും. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള മുഖങ്ങളാണ് അവിടുത്തെ അറബ് വംശജരുടെ. കാരണം അവരെല്ലാം ഈ ആര്യ വംശജരാണ്. ഇറാനിലെ പോലെ തന്നെ ആര്യ വംശജരാണ്, പഴയ ആര്യ വംശജർ ആയതിൻ്റെ അതാണ് ഈ പൊക്ക കൂടുതലും. അതുപോലെ തന്നെ നല്ല വെളുത്ത നിറവും കാണാൻ സുമുഖന്മാരുമായിട്ടുള്ള ആളുകൾ. ഇറാനിലെ ആൾക്കാർ യുദ്ധവീരന്മാരാണെങ്കിൽ ഇവർ UAEയിലെയും സൗദി അറേബ്യയിലെയും ഒക്കെ അറബികളെന്ന് പറയുന്നത് വളരെ സമാധാനപ്രിയരാണ്. സൗഹാർദ്ദവും നിലനിർത്തേണ്ട ഇതിൻ്റെ ആവശ്യം ബോധ്യമുള്ള, സംഘർഷത്തിലേക്ക് പോയാലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് ശരിക്കും ബോധ്യമുള്ളെന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള ഭരണാധികാരികളാണ് ശരിക്കും. അങ്ങനെയുള്ള ഈ ഭരണാധികാരികൾ അവിടെയുള്ള ദുബായ് മാൾ, വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മാളാണ്. ആ ദുബായ് മാളിൽ പോയി സന്ദർശനം നടത്തിയെന്ന് മാത്രമല്ല, അവരെല്ലാം കൂടി അവിടെ വന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ വന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അവരുമായിട്ടൊക്കെ സംസാരിച്ചു. സാധാരണഗതിയിൽ ഇവരുടെ കൊട്ടാരത്തിൻ്റെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ നമുക്ക് അനുവാദമില്ല. കാരണം അപ്പം തന്നെ പോലീസ് വന്ന് നമ്മളെ പിടിച്ച് കൊണ്ടുപോയി ജയിലിലിടും. അതുപോലത്തെയാണ്, അത്ര സുരക്ഷിതത്വത്തിൽ കഴിയുന്ന ആൾക്കാരാണ് അവർ. പക്ഷേ വേറൊരു കാര്യമുള്ളത്, അതേസമയം നമ്മുടെ പിണറായി വിജയൻ പോകുന്ന പോലെ 40 കാറുകളുടെ അകമ്പടിയോടുകൂടി അവർ പോവില്ല. സാധാരണയായിട്ട് ആ നഗരത്തിലൂടെ അവരുടെ വാഹനങ്ങൾ പോകുമ്പോൾ ഒരു അകമ്പടിയും ഉണ്ടാവില്ല. അവർ പോകുന്നു മറ്റു വാഹനങ്ങളുടെ നിയമം അനുസരിച്ചും ട്രാഫിക് സിഗ്നൽ അനുസരിച്ചും തന്നെ പോകുന്നു. ഇവിടെ നമ്മുടെ കേരളത്തിലേ ഉള്ളൂ. നമ്മുടെ ഈ നന്തങ്കോട് കുറേ മന്ത്രിമാർ അവരുടെ ക്ലിഫ് ഹൗസിലേക്കും ഒക്കെ പോകുന്ന സമുച്ചയമുണ്ടല്ലോ. മുഖ്യമന്ത്രി മാത്രമല്ല അവിടെ താമസിക്കുന്നത്. ക്ലിഫ് ഹൗസ് സമുച്ചയത്തിൽ വേറെ മന്ത്രിമാരും അവരൊക്കെ പോകാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയാം, നന്തങ്കോടിനോട്ട് പോകുന്ന ആ ഭാഗത്ത് വൈകുന്നേരം ആകുമ്പോൾ സിഗ്നൽ അങ്ങ് ഓഫ് ചെയ്യും. മഞ്ഞ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്തൊരു തിരക്കുള്ള സമയമാണെന്നറിയാമോ. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആര് വേണമെങ്കിലും ഒന്ന് ക്രോസ് ചെയ്യും. കാരണം അത് റെഡല്ല, അതുകൊണ്ട് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും വണ്ടി വാങ്ങി വന്നിരിക്കുന്നത്. ഒരു ലക്കും ലഗാനും ഇല്ലാത്ത തരത്തിലാണ് അവിടെ, ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത തരത്തിലാണ് അവിടെ ട്രാഫിക് പ്രവർത്തിക്കുന്നത്. ഇവിടെ അതൊന്നുമില്ല. ഇവർ പോവും, ഇത് ഷെയ്ഖാണെന്ന് ആൾക്കാർ പറയും, കറുത്ത കാറാണ് പോകുന്നത്. അല്ലാതെ അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. സാധാരണക്കാരുടെ കൂട്ടത്തിൽ അവരും കടന്നു പോകും. ഇതാണ് മര്യാദ എന്ന് പറഞ്ഞാൽ. ഇവിടെ VIP കൾച്ചറാണ്. മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ VIP കൾച്ചറാണ്. ട്രാഫിക് കംപ്ലീറ്റ് ബ്ലോക്കാണ്. സിഗ്നലും കൂടെ ബ്ലോക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തൊരു അപകടം പിടിച്ച കളിയാണ് ഈ കളിക്കുന്നത്.
ഏതായാലും കൊള്ളാം, അത്തരമൊന്നുമില്ലാതെ മാളിലോട്ട് പോയി ആൾക്കാരുമായിട്ട് നേരിട്ട് വരും. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരൊറ്റ സുരക്ഷാ പോലീസ് പോലും അവരുടെ കൂടെ ഇല്ലായിരുന്നു. അവർ സാധാരണക്കാരെ പോലെ കയ്യും വീശി അവിടെ വന്ന് മാളിൽ പോയി എന്ന് മാത്രമല്ല, ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചായയും കുടിച്ചു. അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എല്ലാം പരിചയപ്പെട്ടു. നേരത്തെ ഇതുപോലെ അബുദാബിയിലെ ഒരു മാളിൽ, എനിക്ക് തോന്നുന്നു യൂസഫ് അലിയുടെ മാളിലാണെന്ന് തോന്നുന്നു. യൂസഫ് അലിയുടെ മാള് അബുദാബിയിലുണ്ട്, പക്ഷേ ദുബൈയിലില്ല. കാരണം ഗവൺമെൻറ് അത് അനുവദിച്ചിട്ടില്ല, അവർക്ക് അനുവദിച്ചിട്ടില്ല. കാരണം ദുബായ് ഭരണാധികാരികളുടെ ഒരു അവർ സ്പോൺസർ ചെയ്തിരിക്കുന്ന വേറെ മാളുകളാണ്. അവിടെ ഇതുവരെ നമ്മുടെ യൂസഫ് അലിക്ക് പ്രവേശനം കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇപ്പോൾ എങ്ങാനും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ അത് ആവർത്തിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ അബുദാബിയിൽ നമ്മൾ കണ്ട ഒരു കാര്യം, ആ മാളിൽ വന്ന ഭരണാധികാരികൾ കൊച്ചു കുട്ടികളെയൊക്കെ ഇങ്ങനെ അടുത്ത് വരാൻ വന്നിട്ട് അവരോടൊപ്പം ഫോട്ടോഷൂട്ട് എടുക്കുന്നു. യാതൊരു സുരക്ഷാ പാളിച്ചകളും ഇല്ലാത്ത തരത്തിൽ, ഒരു പേടിയും ഇല്ലാത്ത തരത്തിൽ. അപ്പം നിങ്ങൾ സുരക്ഷിതരാണെന്നുള്ളൊരു സന്ദേശം നമ്മുടെ ഇവിടെ പോലീസ് റൂട്ട് മാർച്ചൊക്കെ നടത്തുമല്ലോ, അതുപോലെ ആ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയാണ്. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, രാജ്യം സുരക്ഷിതമാണ് എന്നുള്ള ഒരു ബോധനം അതിലൂടെ ജനങ്ങളിലേക്ക് എത്ര നല്ല കാര്യമാണ്. പേടിച്ച് ഉള്ളിൽ തീയുമായിട്ടിരിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ നല്ലൊരു മികച്ച ഒരു സന്ദേശം അത് കൊടുക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ദുബായ് ഭരണാധികാരികളാണ്, ദുബായിൽ നടന്ന സംഭവമാണ്. അതുപോലെ തന്നെ സന്ദർശകരുമായിട്ട് ഫോട്ടോ പോസ്റ്റ് എടുക്കുന്നു, ജീവിതം സുരക്ഷിതമാണെന്നുള്ള സന്ദേശം നൽകുന്നു. അങ്ങനെ ഇവിടെ കടുത്ത വേനലാണ്, UAE രാജ്യം നമ്മുടെ രാജ്യത്തെക്കാളും കടുത്ത വേനലും ചൂടും ഒക്കെയാണ്. അതിനിടയിൽ ഒരു കുളിർ മഴയായിട്ട് അവർ സംഘമായിട്ട് വന്ന് ആളുകൾക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നത്. അതിൻ്റെ ഫോട്ടോ ചിത്രങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസം തോന്നും. ഇറാനും ഇസ്രയേലും അമേരിക്കയും ഒക്കെ കൂടി ചേർന്ന് ലോകത്തെല്ലാം ഭീതി വിതച്ചുകൊണ്ട് നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ ഒരിക്കലുമില്ലാതിരുന്ന ഭീതിയിലേക്ക് താഴ്ത്തിയ ആ സന്ദർഭത്തിലും ഈ ഭരണാധികാരികൾ അവരുടെ മനുഷ്യത്വത്തിൻ്റെ, അതുപോലെ സുരക്ഷിതാബോധത്തിൻ്റെ ഒരു ഔന്നത്യത്തിലേക്ക് എത്തിയത് എന്തായാലും നമ്മുടെ മലയാളികൾക്കും കൂടി അനുഭവവേദ്യവും അനുഭവബോധ്യവും ആവുന്ന കാര്യം തന്നെയാണ്. അവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി ആവർത്തിച്ച് അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോഴെല്ലാം ഇന്ത്യക്കാർക്ക് നിങ്ങൾ നൽകുന്ന സുരക്ഷ, അതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു 5 ഇന്ത്യക്കാരെങ്കിലും, 5ഉം പിന്നെ നേരത്തെ മരിച്ച ഉൾപ്പെടെ ഒരു 10 ഇന്ത്യക്കാരെങ്കിലും മരിച്ചിട്ടുണ്ട്. പലർക്കും പരിക്ക് പറ്റുന്നുണ്ട്. പലർക്കും ഇപ്പോൾ പേടി എന്ന് പറയുന്ന ആ ട്രോമയുണ്ടല്ലോ. കാരണം വർക്ക് ഫ്രം ഹോം വലിയ കുഴപ്പമില്ല. കാരണം പുറത്ത് വീണാലും ഇറാൻ അയക്കുന്ന ഈ ആക്രി സാധനങ്ങൾ വീണ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേ സമയം ഈ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വരുന്ന പേട്രിയോട്ട് മിസൈലുകൾ, അതിൻ്റെ ഒരു അറ്റാക്ക് കൊണ്ട് ചിലപ്പോൾ ഇത് വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ട് കാറുകളിലൊക്കെ പതിച്ച വലിയ അപകടമാണ്. അങ്ങനെ കാറിൽ വീണ് ഒരാൾ മരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലേബേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് വർക്ക് ടു ഹോം പറ്റുകയില്ല. അവർ ഫിസിക്കൽ പ്രസൻസ് അവരുടെ വർക്ക് സൈറ്റിൽ ആവശ്യമായിട്ട് വരുമ്പോൾ അവിടേക്ക് മിസൈൽ അറ്റാക്ക് വരും. ഇറാൻ്റെ സ്വാഭാവികമായിട്ടും അമേരിക്ക പ്രകോപിപ്പിക്കുമ്പോൾ ആ പ്രകോപനം കൊണ്ടുണ്ടാകുന്ന ഈ മിസൈൽ വർഷത്തിൽ നമ്മുടെ ആൾക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അബുദാബിയിലായാലും ദുബായിലായാലും ശരി, സൗദി അറേബ്യയിലായാലും ശരി, അവരുടെ ഭരണാധികാരികൾ ഉടൻ തന്നെ പോലീസിനെ വിട്ടിട്ട് ഈ പരിക്കു പറ്റിയ ആൾക്കാരെ ഉടൻ തന്നെ അടിയന്തര ചികിത്സയോടുകൂടി ആശുപത്രിയിൽ എത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിൽ വീണ് കിടക്കുന്ന ഈ മിസൈലിൻ്റെ ഭാഗങ്ങൾ, അതാണല്ലോ അപകടകരമാവുന്നത്. ബാക്കി ഇൻ്റർസെപ്ഷനൊക്കെ ഇപ്പോഴും കുഴപ്പമില്ല നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ പോലീസ് തന്നെ വന്ന് അപ്പോൾ പെറുക്കിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത്, ഈ ഇസ്രായേലിൻ്റെ അയൺ ടോംബ് എന്ന് പറയുന്ന ഇപ്പോൾ പഴയ ആ കാര്യക്ഷമത പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ പരിധിയുണ്ട്. ഓരോ ഉപകരണങ്ങളാണ്, യുദ്ധോപകരണങ്ങളാണ്. അതിൻ്റെ പ്രവർത്തനക്ഷമത ഇല്ലാതായി. കാരണം ഹെസ്ബൊള്ളയുടേത് വരുന്നുണ്ട്, ഹൂത്തികളുടെ ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇറാൻ്റെയും മിസൈലുകളെല്ലാം കൂടെ വന്ന് പ്രതിരോധിച്ച് അതൊരു പരുവത്തിലായി, അത് പരീക്ഷണമായി. അതുകൊണ്ടാണിപ്പോൾ അവരുടെ ഹൈഫൈ ഉൾപ്പെടെ മേഖലകളിൽ മിസൈലുകൾ നേരിട്ട് എന്ന് പതിക്കുന്നത്. അയൺ ടോംബിന് തടയാൻ കഴിയുന്നില്ല. തന്നെയുമല്ല, അവരുടെ അയച്ചിരിക്കുന്ന ഏറ്റവും വില കൂടിയ മിസൈലുകൾ എല്ലാം ഏതാണ്ട് തീർന്നിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അമേരിക്കയുടെ ടോമോ ഹോക്ക് മിസൈലുകളും തീർന്നിരിക്കുന്നു. ഇത്രയൊക്കെ മിസൈലുകൾ അയച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുകയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം.
ഇത് നമ്മൾ നേരത്തെ അന്നേരെ പറഞ്ഞ് ഒരു പാട്ടുണ്ട്, അന്നേരം പറഞ്ഞില്ലേ പോവണ്ടെന്ന്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇറാൻ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പം 3ാം വട്ടവും അമേരിക്ക പിന്തിരിഞ്ഞോടാനുള്ള ശ്രമത്തിലാണ്. അവർ എക്സ്ക്യൂസുകൾ പറഞ്ഞു, നാട്ടുകാരെ മുഴുവൻ ചീത്ത പറഞ്ഞു, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞ് നാറ്റോയെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും കുളിരുള്ള ചില അനുഭവങ്ങൾ കൂടി നമ്മുടെ സഹോദരന്മാരും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളും ഒക്കെ തന്നെ അവരുടെ ഉപജീവന മാർഗത്തിൻ്റെ തിയേറ്ററാക്കി മാറ്റിയിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുള്ള ഒരു ആശ്വാസം പകരാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.